അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 9 വ്യാഴാഴ്ച. തിരുപ്പതി തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 6 മരണം. നിരവധി പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച സന്ധ്യയോടെയാണ് സംഭവം. വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് വൈകുണ്ഠദ്വാര ദർശനത്തിന് ടോക്കൺ വിതരണ കൌണ്ടറിന് മുൻപിലാണ് തിക്കും തിരക്കും ഉണ്ടായത്. മരിച്ചവരിൽ 3 പേർ സ്ത്രീകളാണെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു നടുക്കം രേഖപ്പെടുത്തി. ഇസ്രോയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വീണ്ടും മാറ്റി. സ്പേഡെക്സ് ദൌത്യത്തിൽ അപ്രതീക്ഷിത പ്രതിസന്ധി ഉണ്ടായതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ നടത്താനിരുന്ന ഉപഗ്രഹങ്ങളുടെ കൂടിച്ചേരൽ മാറ്റിവച്ചത്. ഡോക്കിംഗ് പരീക്ഷണം മാറ്റിവെക്കുകയാണെന്നും ഉപഗ്രഹങ്ങൾ സുരക്ഷിതമാണെന്നും ISRO അറിയിച്ചു. ഡോക്കിംഗിനായി ഉപഗ്രഹങ്ങൾ തമ്മിൽ ദൂരം കുറച്ചു കൊണ്ടുവരുന്നതിന്റെ വേഗം കൂടിയതോടെയാണ് ദൌത്യം മാറ്റിവച്ചത്. ഉപഗ്രഹങ്ങൾ തമ്മിൽ അടുക്കുന്നതിന്റെ വേഗത പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നുവെന്നും ഇസ്രോ അറിയിച്ചു. ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളുടെ ഡോക്കിംഗ് ബഹിരാകാശത്ത് വെച്ച് നടത്തുന്ന ചരിത്രപരമായ ദൌത്യമായിരുന്നു ഇന്ന് നടക്കേണ്ടിയിരുന്നത്. വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർണാടകയിലെ കുട്ട സ്വദേശിയായ വിഷ്ണു എന്ന യുവാവ് മരിച്ചു. പുൽപ്പള്ളിക്കടുത്ത് പാതിരി റിസർവ് വനത്തിൽ പൊളന്ന കൊല്ലിവയൽ ഭാഗത്ത് വെച്ചാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. റിസർവ് വനത്തിലൂടെ കബനി നദി കടന്ന് കർണാടകയിലേക്ക് പോകുന്ന വഴിയാണ് കാട്ടാനയുടെ ആക്രമണം. രാത്രികാല പരിശോധനയിലുണ്ടായിരുന്ന വനപാലകർ ഉടൻ സ്ഥലത്തെത്തി യുവാവിനെ ചുമന്ന് വനപാതയിൽ എത്തിച്ച് വനം വകുപ്പ് ജീപ്പിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും യാത്രാമധ്യേ മരിക്കുകയായിരുന്നു. 63ാമത് സ്കൂൾ കലോത്സവത്തിലെ സ്വർണ്ണക്കപ്പ് തൃശൂരിന് സ്വന്തം. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് കലാകിരീടം തൃശൂരിലെത്തുന്നത്. 1008 പോയിന്റ് നേടിയാണ് തൃശൂർ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയത്. സ്കൂളുകളിൽ ആലത്തൂർ ഗുരുകുലം 12ാം തവണയും ചാമ്പ്യന്മാരായി. 1 പോയിന്റിന്റെ വ്യത്യാസത്തിൽ 1007 പോയിന്റോടെ പാലക്കാട് 2ാം സ്ഥാനത്താണ്. തുടക്കം മുതൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയിരുന്ന കണ്ണൂർ ജില്ലയാണ് 3ാം സ്ഥാനത്ത്. സമാപന സമ്മേളനത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവേശമായി ആസിഫ് അലിയും ടോവിനോ തോമസും അതിഥികളായെത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിനു മുന്നിൽ നമുക്ക് തലയെടുപ്പോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന മഹാമേളയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പരാതികളില്ലാതെ ഭംഗിയായി കലോത്സവം സംഘടിപ്പിച്ചതിന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ഇന്നലെ രാവിലെ വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊച്ചി സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കൊച്ചി പോലീസ് 7 മണിയോടെയാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ തെളിവുകൾ ശേഖരിക്കാനുള്ള നിർണായക നീക്കവുമായി അന്വേഷണ സംഘം. അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിന്റെ ഐഫോൺ പോലീസ് പിടിച്ചെടുത്തു. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് രാവിലെ 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രി 11:30ഓടെ വൈദ്യപരിശോധന പൂർത്തിയായിരുന്നു. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും കുറ്റബോധമില്ലെന്നും ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ചു. ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ തനിക്കൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞ് നടി ഹണി റോസ്. ലൈംഗിക അധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഹണി റോസ് നന്ദി അറിയിച്ചത്. ബോബി ചെമ്മണ്ണൂരിനെതിരായ നിയമ നടപടി സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർക്കും അപമാനിക്കുന്നവർക്കും സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവർക്കുമുള്ള ശക്തമായ താക്കീതാണെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. ശക്തമായ നിലപാട് സ്വീകരിക്കുകയും നിയമത്തിന്റെ വഴി തേടുകയും ചെയ്ത ചലച്ചിത്ര താരത്തിന്റെ നടപടി ശ്ലാഘനീയമാണെന്നും മന്ത്രി പറഞ്ഞു.
സംസ്ഥാനം ഇക്കൊല്ലം അതിദാരിദ്ര്യമുക്തമാകുമെന്നും അതിനുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും എല്ലാ ജില്ലകളും കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൈക്കാട് അതിഥി മന്ദിരത്തിൽ 2 ദിവസമായി ചേരുന്ന ജില്ലാ കളക്ടർമാരുടെയും വകുപ്പ് മേധാവികളുടെയും വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബർഗഡെയ്ക്ക് ഹൈക്കോടതിയുടെ അറസ്റ്റ് വാറന്റ്. ഈ മാസം 20-ന് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ പോലീസിന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ഭിന്നശേഷിക്കാരനായ ഡോക്ടർക്ക് പ്രമോഷൻ നൽകണമെന്ന ഉത്തരവിറക്കാത്തതിലാണ് കടുത്ത നടപടി. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ നിർണായക നീക്കവുമായി പോലീസ്. സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. വിജയന്റെ കത്തിൽ പരാമർശിച്ചിരിക്കുന്ന വ്യക്തികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും. ശബരിമല മാസ്റ്റർ പ്ലാനിന് അനുസൃതമായി തയ്യാറാക്കിയ സന്നിധാനത്തിന്റെയും പമ്പ ആൻഡ് ട്രക്ക് റൂട്ടിന്റെയും ലേ ഔട്ട് പ്ലാനിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സന്നിധാനത്തിന്റെ വികസനത്തിനായി ആദ്യഘട്ടത്തിന് 600.47 കോടി രൂപയും 2028-33 വരെയുള്ള രണ്ടാം ഘട്ടത്തിന് 100.2 കോടി രൂപയും 2034-39 വരെയുള്ള മൂന്നാം ഘട്ടത്തിന് 77.68 കോടി രൂപയും ഉൾപ്പെടെ ആകെ 778.17 കോടി രൂപയാണ് ലേ ഔട്ട് പ്ലാൻ പ്രകാരം ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. ക്ഷീരമേഖലയിലെ സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കർഷകർക്കായുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിനുമായി മിൽമയും കേരള ബാങ്കും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. പാലക്കാട് പനയമ്പാടത്ത് ചരക്ക് ലോറി മറിഞ്ഞ് മരണമടഞ്ഞ 4 വിദ്യാർത്ഥിനികളുടെ മാതാപിതാക്കൾക്ക് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ധനസഹായം പ്രഖ്യാപിച്ചത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പനയമ്പാടത്ത് പരീക്ഷ കഴിഞ്ഞ് മടങ്ങവെയാണ് അപകടമുണ്ടായത്. ഇർഫാന ഷെറിൻ, റിദ ഫാത്തിമ, നിദ ഫാത്തിമ KM, ഐഷ AS എന്നിവരുടെ മാതാപിതാക്കൾക്കാണ് ധനസഹായം ലഭിക്കുക. ഭരണഘടനാ ശില്പിയായ അംബേദ്കർ വിഭാവനം ചെയ്ത സാഹോദര്യം രാജ്യത്ത് ഇതുവരെ കൈവരിക്കാനായില്ലെന്ന് ഡോക്ടർ ശശി തരൂർ MP. കേരള നിയമസഭ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ ആധുനിക ഇന്ത്യയ്ക്ക് പാത തെളിയിച്ച ആശയങ്ങളും ഇതിഹാസങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കമ്മീഷൻ മാത്രം ലക്ഷ്യമിട്ട് അനിൽ അംബാനിയുടെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പനിയിൽ ഭരണത്തിലെ ഉന്നതരുടെയും ഉദ്യോഗസ്ഥരുടെയും അറിവോടെ നടത്തിയ നിക്ഷേപത്തിന്റെ ഉത്തരവാദിത്വം KFCയുടെ മാത്രം തലയിൽ കെട്ടിവെക്കാനാണ് സർക്കാരും ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതിന്റെ ഭാഗമാണ് KFC MD ഇറക്കിയ വാർത്താക്കുറിപ്പെന്നും സതീശൻ വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ കേന്ദ്രത്തിന് സുപ്രീംകോടതി നോട്ടീസ്. അണക്കെട്ട് സുരക്ഷിതമാണെന്ന വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജിയിലാണ് കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചത്. ഡാം സുരക്ഷാ നിയമപ്രകാരം എന്തെല്ലാം നടപടികൾ എടുത്തുവെന്ന് അറിയിക്കാനാണ് കേന്ദ്ര സർക്കാരിന് നൽകിയ നോട്ടീസിൽ സുപ്രീംകോടതി ആവശ്യപ്പെട്ടത്. കാരുണ്യ ആരോഗ്യ ചികിത്സാ പദ്ധതിയിലേക്ക് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് 29 കോടി 10 ലക്ഷം രൂപ കൂടി നൽകി. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന് തുക കൈമാറിയത്. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ കാരുണ്യ പ്ലസ് ടിക്കറ്റുകൾ വിറ്റുകിട്ടുന്ന മുഴുവൻ തുകയും കാരുണ്യ ആരോഗ്യ ചികിത്സാ പദ്ധതിയിലേക്കാണ് ഭാഗ്യക്കുറി വകുപ്പ് നൽകുന്നത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. പ്രവാസികൾക്കായുള്ള പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിനായ പ്രവാസി ഭാരതീയ എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. അത്യാധുനിക ടൂറിസ്റ്റ് ട്രെയിൻ ദില്ലിയിലെ നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും. പ്രധാന വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കായിരിക്കും യാത്ര. 45-നും 65-നും ഇടയിൽ പ്രായമുള്ള പ്രവാസി ഇന്ത്യക്കാർക്ക് മാത്രമുള്ളതാണ് ട്രെയിൻ. ട്രെയിനിൽ 156 പേർക്ക് യാത്ര ചെയ്യാം. തീവണ്ടിയുടെ കന്നിയാത്ര ഇന്ന് ആരംഭിക്കും. അടുത്ത 3 ആഴ്ചയ്ക്കുള്ളിൽ 1-ലധികം സ്ഥലങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിക്കുമെന്നും റെയിൽവേ അറിയിച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടുകൾ ചേർക്കാൻ BJPയുടെ 7 MPമാർക്ക് പാർട്ടി നിർദ്ദേശം നൽകിയെന്നാരോപിച്ച് ആം ആദ്മി പാർട്ടി നേതാവും മുൻ ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി അതിഷി സിംഗ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാണുമെന്നും അദ്ദേഹം ബുധനാഴ്ച എക്സിൽ കുറിച്ചു.
സൈന്യത്തിന് യുദ്ധവിമാനങ്ങൾ കൈമാറുന്നതിലെ കാലതാമസത്തിൽ അതൃപ്തി പരസ്യമാക്കി വ്യോമസേനാ തലവൻ AP സിംഗ്. 2009-10 കാലത്ത് ഓർഡർ നൽകിയ 40 തേജസ് യുദ്ധവിമാനങ്ങൾ ഇനിയും ലഭിച്ചിട്ടില്ലെന്ന് AP സിംഗ് പറഞ്ഞു. മുൻ MP-യായ രമേശ് ബിധുരി തനിക്കെതിരായി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതികരണവുമായി വയനാട് MP പ്രിയങ്ക ഗാന്ധി. ബിധുരിയുടെ പരാമർശത്തെ പരിഹാസ്യമെന്ന് വിശേഷിപ്പിച്ച പ്രിയങ്ക ഗാന്ധി ഇത്തരം അപ്രസക്തമായ കാര്യങ്ങളല്ല ഡൽഹി തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടതെന്നും വ്യക്തമാക്കി. താലിബാനുമായി ആദ്യമായി ഉന്നത തലത്തിൽ തുറന്ന ചർച്ച നടത്തി ഇന്ത്യ. താലിബാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രിയെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കണ്ടു. ദുബായിലാണ് വിദേശകാര്യ സെക്രട്ടറി താലിബാൻ പ്രതിനിധിയെ കണ്ടത്. അഫ്ഗാൻ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിന് സഹായം ഉണ്ടാകുമെന്ന് ഇന്ത്യ ഉറപ്പു നൽകി. കായിക മന്ത്രാലയത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. കായിക ഫെഡറേഷനുകളിൽ കായിക മന്ത്രാലയം അനാവശ്യമായി ഇടപെടുന്നതായി കായിക മന്ത്രിക്ക് അയച്ച കത്തിൽ PT ഉഷ ആരോപിച്ചു. കായിക മേഖലയിലെ പ്രവർത്തനങ്ങളുടെ സുതാര്യതയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലാണ് മന്ത്രാലയത്തിന്റെ ഇടപെടലെന്നും PT ഉഷ കത്തിൽ വ്യക്തമാക്കി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.